ഹായ് ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും ഷെരീഫ് KTR വ്ളോഗ്സിലോട് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുവേട്ട അല്ലെങ്കിൽ കാരി വേട്ട എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു കുഴിയിൽ നിന്നാണ് കേട്ടോ നമ്മൾ പിടിക്കുന്നത്. കടു എന്ന് പറയുന്ന മീനുകൾ നല്ല രീതിയിൽ ഇതിലുണ്ട്. കടു മാത്രമല്ല, വരാല് പോലുള്ള മീനുകളൊക്കെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലും കടുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് കടുവേട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കുഴിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഈ ഒരു കുഴിയിൽ നിന്ന് നമ്മൾ മീൻ പിടിക്കുന്ന കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറൊരു ടീം 2 ദിവസങ്ങളായിട്ട് ഇതിൽ നിന്ന് മീൻ പിടിച്ച് പോയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതിൽ നിന്ന് 3ാമത്തെ പിടുത്താണ്. അപ്പോൾ വേറൊരു ടീമാണ് ഇത് പിടിക്കുന്നത്. അപ്പോൾ നമ്മളെ കമറുവിൻ്റെ കുറച്ച് സുഹൃത്തുക്കളും ചേർന്നിട്ടാണ് കേട്ടോ ഇതിൽ നിന്ന് മീൻ പിടിക്കുന്നത്. അപ്പോൾ എത്രത്തോളം മീൻ ഇവർക്ക് ഇനി 2 പിടുത്തം കഴിഞ്ഞ സ്ഥിതിക്ക് എത്രത്തോളം മീൻ ഇതിൽ നിന്ന് കിട്ടും എന്നൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. അപ്പോൾ അതായത് നമ്മൾ ഓരോ സുഹൃത്തുക്കളായിട്ട് മീൻപിടുത്തം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുഴിയുടെ മുകൾ വശത്ത് ഈ ഒരു ഭാഗത്താണ് നമ്മളെ പമ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് വെള്ളം അടിച്ച് വാർക്കാനായിട്ട്. അപ്പോൾ മുകൾ വശത്തുള്ള ആ ഒരു കണ്ടത്തിലോട്ടൊക്കെയാണ് വെള്ളം അടിച്ച് വിട്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇവരെ മീൻപിടുത്ത കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം. പിന്നെ പിടിക്കാൻ വിചാരിച്ചു മീൻ ഒഴിവാക്കാൻ കേട്ടോ. ചേറൊക്കെ ഇങ്ങനെ ഇളക്കി മറിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ മീനുകൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ കിട്ടുന്ന മീനൊക്കെ ഒരു കൈവലയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എവിടെയാണ് അതേ ഞങ്ങൾ അവിടെ തപ്പിക്കൂടി കുറച്ചും കൂടി മുന്നിൽ എന്റെ വയറ് അത്ര വെട്ടില്ലല്ലോ. വയർ ബാക്ക് വരും. കൈമ തടഞ്ഞേക്കത് ഇവിടെ ഉണ്ട് നോക്കട്ടെ. ഇറങ്ങി കന്നിയിറക്കാം മീൻ പിടിക്കാന് ഫസ്റ്റായിട്ട് മീൻ പിടിക്കാൻ ഇറങ്ങാം അല്ലേ. കന്നി മീൻ പിടുത്താണ് നമ്മളെ ഈ ഒരു സുഹൃത്തിന്റെ. മീനെ പിടിക്കും. അങ്ങനെ മക്കളെ വരൂ വരൂ. ഞാൻ ആദ്യമായിട്ട് ഇതാ ഒരു കണ്ണിനെ പിടിച്ചു. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ എന്താണത് ഫസ്റ്റ് മീനെ പിടിച്ചിട്ടുണ്ട്. കന്നി മീനാണ്, കന്നി പിടുത്താണ്. അപ്പോൾ അത് അതിൻ്റെ ഒരു സന്തോഷ പ്രകടനം നിങ്ങളിപ്പോൾ കണ്ട്. ഒന്നൊന്നര കടു. അടുത്തൊരു കടു. അത് നമ്മളെ കമറുബായിനൊരു കടു ചെറുതായിട്ടൊന്ന് കുത്തിയിട്ടുണ്ട്. കുത്ത് കിട്ടിയാലും നമ്മുടെ മീൻ പിടുത്തത്തിൽ അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ അതൊക്കെ ഇതിൽ പറഞ്ഞതാണ് എന്നുള്ള ആ രീതിയിൽ മീത വീണ്ടും തപ്പിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഞങ്ങൾ നോക്കി മീനെ പിടിച്ചു നോക്കി കടു. രണ്ടാമത് കുത്തിയാ ഇപ്പോൾ നാട്ടിലൊരു കുത്ത് നമ്മളെ കമറ ബൈക്ക് ഇപ്പോൾ വീണ്ടും കിട്ടിയിട്ടുണ്ട് കടുവിൻ്റെ.
കടുവിനെ പിടിച്ച പോയി പിടിച്ചില്ല. അപ്പൊ ആ കുത്തിട്ടിയ കടുവിനെ പിടിച്ചിട്ടിട്ടുണ്ട്. ആമോറുള്ള കുത്തും ഇവ കൊള്ളും. ഇത് പിടിച്ച് ഒഴിവാക്കാൻ അല്ലെങ്കിൽ പിന്നെ വേറെ ആൾക്കാരും കൊടുക്കും. അതാ ആ ചെറിയ കൊട്ട ചെറിയ കൊട്ട അതല്ല ഞാൻ അടിയിലേക്കിട്ട് അലക്കിക്കാൾ ആ വണ്ണത്തിൽ അതിന് പിടിച്ച് കളിച്ചാൽ നിൽക്കണ്ട. ഞാൻ വള്ളത്തിലിട്ടൊന്ന് ഇളക്കി മാനോക്കാം എല്ലാരും കൂടെ മീൻ പോയല്ല. അല്ല അതല്ല, അത് വേറെയാണ്. മറ്റേ ഇവിടെ ഉണ്ട്. കെട്ടിന്റെ അല്ല അത് ഇവിടെ ഉണ്ട്. അതല്ല, മറ്റേ ഒന്ന് വേറെയാണ്. ഒന്ന് ബാക്ക് പോയി അത് പിന്നെ എടുക്കാൻ നമുക്ക് കുഴപ്പമില്ല. അല്ലോ ഒരു അലാക്കിന്റെ പോത്ത കടു തന്നെ കടുവെടുത്ത് അത് മാഡം അത് ഞാൻ പിടിച്ചരാം. വലിയ കടുവിനെ പിടിക്കാൻ പ്രയാസം ചെറുതാകുമ്പോഴാണോ. രണ്ട് കുത്തി കിട്ടി. നമ്മളെ ബൈക്ക് കടുവിനെ പിടിക്കാൻ യാതൊരു പേടിയുമില്ല. അതിൽ രണ്ടാമത് കുത്തിയത് ചെറിയൊരു കടുവാണ്. അതുകൊണ്ട് തന്നെ നല്ല വേദന ഉണ്ടായിരുന്നു. പക്ഷെ വലിയ കടുവിനെ പിടിക്കാൻ പ്രശ്നമില്ല. മുമ്പ് ചെറിയ കടുവിനെ പിടിക്കാനാണ് ഒരു ബുദ്ധിമുട്ട്. വേറൊരു സൈസ് കടു പിടിക്കണം. ഇതാകുമ്പോ കയ്യട് പൊളിക്കുള്ളൂ. ഈ ചെറിയ കടുണ്ട് അതാണ് പോരുള്ളൂ. അല്ലാതെ വേദന ഉണ്ടാവില്ല. സൈസൊക്കെ കിട്ടിയ കടുവിന്റെ സൈസ് അമ്മാതിരി സൈസാണ് വെച്ചിട്ടാ. അലാക്കിന്റെ കടുകളാണ് ഗൈസ്. ഇപ്പൊ ഇപ്പൊ പിടിച്ച കടു, അതുപോലെ കണ്ണുണ്ട്, പൊരിക്കുണ്ട്, എല്ലാം ഉണ്ട്. എന്താ കടുവോ? അപ്പത് അടുത്തൊരു സൈസുള്ളൊരു കടു. അതെ, അടിപൊളി ഒരു കടു. ആ ദിനേശ ചാടിയ മീനാണ്. ഓനക്ക് അടി കൂടെ കൊടുത്താൽ മതി. ഗൈസ് ലാക്കിൻ്റെ കടു ഒരു ഇൻട്രസ്റ്റ്. തിരിഞ്ഞൊരു പോക്ക് ശരിപ്പാ. തിരിഞ്ഞൊരു പോക്ക് ഞാൻ അങ്ങോട്ട് തന്നെ പോകണം. കണ്ടിട്ടില്ലേ കാണിക്കുമോ? അടുത്തൊരു കരി. കടു ഒന്നൊന്നല്ലല്ലോ അത്ര പോരാ. ഇങ്ങനെ കോരിട്ടാണോ? കൈമ കൊള വെള്ളം ഞാൻ പറയുമ്പോ കോരിയാ മതി. നല്ലൊരു സൈസ്, നല്ലൊരു കടുവാണ്. അത് ചേറൊക്കെ ഇങ്ങനെ ഇളക്കി മറിച്ച് മുന്നോട്ട് വരികയാണ് കേട്ടോ. ഇങ്ങോട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. എവിടെ
ഓ അമ്മോ അത് കൊരിക്കാം ഒറ്റ കൊടുക്കണം ഗൈസ് അപ്പോൾ നല്ല സൈസുള്ള വേറെ കടുവ അതെ നമ്മളെ കമറ പോയി അതിനൊരു നാക്കിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ജസ്റ്റ് എന്തോ ഒന്ന് മിസ്സായി. അതെ അതെ കൊട്ടതാ ബാക്കൊക്കെ പോയേ നിങ്ങളെ കൈൻ്റെ കൊടുക്കാൻ നിങ്ങളെ കൈൻ്റെ അവിടെ ഉള്ളിലേക്ക് നോക്കി നോക്കിയിട്ടുണ്ട് ഈ പുല്ലിന്റെ ഇങ്ങോട്ട് വെള്ളമില്ല ഈ വെള്ളം കുറവാ അവിടെ അങ്ങനെ കയറി കൊടുക്കൂല കുട്ടിയെല്ലാം കണ്ടല്ലോ ആ മറ്റേ സാധനം ഇത് അത് പാടിയിട്ടാ മീൻ ആ കൊട്ടയും കിട്ടണം. ആ വലിയ നാളത്തെ കൈക്കൊന്ന് മിസ്സായില്ല കൊടുക്കുന്നുണ്ട് കയ്യേറ്റ് പിടിക്കാൻ കൊട്ടേറ്റ് വേണ്ടായി. അത് ഞാൻ കൊട്ടേറ്റ് പിടിച്ചണ്ടാക്കിയിട്ടാണ് നാളത്തെ തന്നെ ഒഴിവായത്. കയ്യേറ്റിനെ പിടിക്കാനുള്ള വാക്കിയാണ് അങ്ങനെ ഇത് ചെറുതാണ് പൊളിഞ്ഞാല് പ്രശ്നമില്ല. ആദ്യം ഇവനെ പിടിക്കാൻ ഭയങ്കര വ്യത്യാസമുള്ള ഒരു നിലക്ക് ഒതുങ്ങിയിട്ടായിരുന്നു. സൈസുള്ളൊരു കടു. അപ്പോൾ കുറേ നേരമായി ഈ ഒരു കടു നമ്മളെ കമറുബൈനായിട്ട് കളിപ്പിക്കണം. അപ്പോൾ അതിനെ പിടിച്ച് അടങ്ങുക എന്നുള്ള രീതിയിൽ അത് ഫൈനലി അതിനെ പിടിച്ചിട്ടുണ്ട്. നല്ലൊരു കടുവാണ്. സൈസുള്ളൊരു കടു മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ കടു വേട്ടക്കയുടെ ഒരു കണ്ണൻ. കണ്ണനങ്ങനെ കണ്ണനും കിട്ടുന്നുണ്ട്. കുഴപ്പമില്ലാത്ത ഒരു മീഡിയം സൈസൊക്കെ. അപ്പോൾ അതേ മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കടുവാണ്. നിങ്ങൾ എടുത്ത് പിടിച്ചോളി പറഞ്ഞ് വരുന്നുണ്ടല്ലോ. സൈസുള്ള കടുവാണ്. കടുവ കണ്ണനോ? കടു കടു സൈസുള്ള കടുവാണ്. നമ്മളെ കന്നിപ്പിടുത്തം കഴിഞ്ഞിട്ട് എന്താ പറയണ എത്ര പോലെ മീന് അലഹമില്ല എന്തോ ഭാഗത്തിന് നമുക്ക് കുറച്ച് മീൻ പിടിക്കാൻ പറ്റി. അതെ ആദ്യമായിട്ട് ഇറങ്ങി അങ്ങനത്തെ ഒരു ചളിയില് ഇവരൊക്കെ പാടെ നിർബന്ധിച്ചപ്പോഴേ എങ്ങനെയുണ്ട് ചളിയില് ഇറങ്ങിയിട്ട്? എന്താന്നറിയില്ല, നല്ലൊരു സുഖം. നല്ലൊരു സുഖം അല്ലേ? ആ ഇത്ര തണുപ്പ് വെള്ളത്തിൽ ഇത്ര തണുപ്പാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നല്ലൊരു രസമാണ്. അതെ ആദ്യം വിചാരിച്ചത് ഈ ചളിയിലൊക്കെ എങ്ങനെ ഒരു മീൻ പിടിക്കുന്നതൊക്കെ ചെറിയ ഒരു ടെൻഷൻ ആയിരുന്നു മറ്റുള്ളവർ ചെയ്യുമ്പോഴേ. പക്ഷെ ഇപ്പോ നമ്മൾ ഇറങ്ങിയപ്പോൾ അതിന്റെ ആ ഒരു സുഖം മനസ്സിലായത്. അതെ അതെ മീൻപിടുത്തം എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ എപ്പോഴും ഞാൻ പറയും എന്താ ഇവന്റെ ഒക്കെ കഥ എന്ന് എനിക്ക് മനസ്സിലായി. മീൻപിടുത്തത്തിന്റെ ഒരു സുഖം അല്ലേ? അടുത്ത പിടുത്തുണ്ടെങ്കിൽ ഞാൻ ആദ്യം മുമ്പ് നമ്മളവിടെ ഉണ്ടാവും. അതാണ് നോക്കി മക്കളെ അവിടെ വെള്ളം മീനാണ് പായുക.
ഗൈസ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് പുല്ലിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലോട്ടൊക്കെ ചെറിയ തോതിൽ വെള്ളമുണ്ട്. അപ്പോൾ അതിങ്ങനെ മാറ്റി നോക്കുകയാണ് മീനുണ്ടോ ഇല്ല എന്നൊക്കെ. അപ്പോൾ ഇത് നമ്മളെ കമറുബായി ഇത് അടിയിൽ തപ്പുന്നുണ്ട്. ഉണ്ടല്ലേ ഗൈസ്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു സാധനം ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. കയ്യുമ്മ തട്ടിയെന്നാണ് കമറുബായി പറഞ്ഞത്. ഗൈസ് അപ്പോൾ നല്ല സൈസുള്ള കണ്ണുണ്ട്. ഗൈസ് അപ്പോൾ നല്ല സൈസുള്ള ഒന്നത് ഇപ്പൊ കയറിയിട്ടുണ്ട്. അടിപൊളിയൊരു സാധനം. അതെ പോയാ അതെ കയറിയിട്ടുണ്ട്. ചണ്ടി മാറില്ല. നീർക്കോലി അല്ല, അത് നീർക്കോലി. ഓ നല്ല കുത്താനല്ല, അത് പേടിച്ച് മൂത്രം. പോയിട്ട് കണ്ണനെ കിട്ടിയോ അത് ഒഴിഞ്ഞാ കിട്ടാൻ പാടാ. അതാ വലോ പൈസപ്പോ അത് പൈസപ്പാരും മലിഞ്ഞീനെ കണ്ടത് കേറിയിട്ടുണ്ട്. എനിക്കൊരു വാശിണ്ടാവില്ല മീൻ പൊട്ടല്ലേ. കൈ കൊണ്ട് തന്നെ പിടിക്കണം എന്നുണ്ടായിരുന്നു. ആ ഒരു വാശിക്ക് അത് കൈ കൊണ്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. ഗൈസ് അപ്പോൾ ഏകദേശം മീൻപിടുത്ത പരിപാടികളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവർക്ക് കിട്ടിയിട്ടുള്ള മീനുകളൊക്കെ കാണാം, എത്രത്തോളം മീൻ ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടി എന്നൊക്കെ. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, 2 ദിവസങ്ങളായി ഇതിൽ നിന്ന് മുമ്പ് മീൻ പിടിച്ച് പോയതാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത് 3ാമത്തെ പിടുത്തമാണ് ഇതിൽ നിന്ന് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 3ാമത്തെ പിടുത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മീനുകൾക്കുള്ളൊരു മീൻപിടുത്തമല്ല നടന്നത്. അപ്പോൾ ഇവർക്ക് എത്ര മീൻ കിട്ടിയാലും കുഴപ്പമില്ല, ഇനി മീൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇവരാരും മീൻ പിടിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് മാത്രം ഇറങ്ങിയിട്ടുള്ളൊരു മീൻപിടുത്തമാണ് കേട്ടോ ഇന്ന് നടന്നത്. അപ്പോൾ അത്രയും മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ ക്രേസുള്ള ആളുകളാണ് നമ്മളെ കമറുബായി സുഹൃത്തുക്കളൊക്കെ. അപ്പോൾ അതെ ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള മീനുകളാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതെ സൈസുള്ള വരാലുണ്ട്, വരാലൊക്കെ 1-2 ഉള്ളൂ, ബാക്കിയൊക്കെ ചെറുവക വരാലുകളൊക്കെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. അതുപോലെ കടുവാണ് മെയിനായിട്ട്, നല്ല സൈസുള്ള കടു, അതുപോലെ ചെറിയ കടു, അതുപോലെ ഒരു മലിഞ്ഞിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പൊരിക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പ്രതീക്ഷിച്ചതിനേക്കാളും മീൻ ഇതിൽ നിന്ന് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒക്കെ കൂടി ഒരു 15 കിലോളം മീൻ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഗൈസ് അപ്പോൾ ഈ വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.